സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി നമ്മളുടെ മുമ്പിൽ ഉള്ളത് നിയർലി 58 ഡേയ്സ് ആണ് എക്സാമിനേക്ക് ഉള്ളത്. അപ്പം ഈ ഒരു 58 ഡേയ്സിൽ നിങ്ങൾ നല്ലതുപോലെ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാന്നുള്ളതാണ്. സോ സ്റ്റഡീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, നമുക്ക് എന്താ പറയുക, കുറച്ച് മാസങ്ങളിലുള്ള പെയിൻ നമുക്ക് എന്താണ് കുറേ കാലങ്ങളിലുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഗെയിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അപ്പം നമുക്കിപ്പം 50 ഡേയ്സ് ആണ് സോറി 58 ഡേയ്സ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 58 ഡേയ്സ് എന്ന് പറയുന്നത് ഇനഫ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നമായിട്ടുള്ള JRF അല്ലെങ്കിൽ നെറ്റ് എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു 58 ഡേയ്സ് ഇനഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്ലാൻഡ് ബേസിസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. ഓക്കെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇത് ആസ് എ മെൻറ്റർ എന്നുള്ള നിലക്കും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ പുറത്തും മാത്രമല്ല, നമ്മളുടെ വിന്നേഴ്സ് മാനേജ്മെൻ്റ് എന്ന് മാത്രമല്ല ഓരോ സബ്ജക്റ്റിലുള്ളയും വിന്നേഴ്സിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു 58 ഡേയ്സ് മതി എന്ന് പറയുന്നത്. എത്ര പേര് നമ്മളുടെ മാനേജ്മെന്റിന്റെ വിന്നേഴ്സ് ടോക്ക് കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അതിലും നമ്മളുടെ വിന്നേഴ്സ് ആയിട്ടുള്ള ദിൽനയും ഫാത്തിമയും സമീറയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സമയം, അതായത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഐഫറിൽ ജോയിൻ ചെയ്യുന്നത് വരെ അവരൊക്കെ സിലബസ് കവർ ചെയ്യുക, ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എന്താണ് അവർക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിന് പകരമായിട്ട് ഇപ്പം ഐഫറിൽ വന്നതിന് ശേഷം അവരുടെ ജേണി എങ്ങനെ മാറി, എങ്ങനെ അവർ റിസൾട്ടിലേക്ക് എത്തി, അവരെന്തെല്ലാം സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് എന്നൊക്കെ ഉള്ളത് ആ ഒരു വിന്നേഴ്സ് ടോക്കിൽ പറയുന്നുണ്ടായി. അല്ലെങ്കിൽ അവരുടെ ഈ ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് ഓരോരുത്തരുടെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. എങ്കിൽ പോലും ഇപ്പം സൈക്കോളജിയിലുള്ള ഒരു JRF ഹോൾഡർ പറഞ്ഞിട്ടുണ്ട്, ആള് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് 2 മാസം കൊണ്ടാണ് എന്നുള്ളത്. ഈവൻ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും 2 മാസം ഇനഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇനഫ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുക, അതുപോലെ തന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ദിൽനനൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വർക്കിംഗ് ആയിരുന്നു, ട്വിൻസിൻ്റെ മദറാണ്. അപ്പം ഈ പറയുന്നത് പോലെ കുറച്ച് സ്ട്രഗിൾസ് നമുക്ക് ഉണ്ടാവും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ ഒരു സ്ട്രഗിൾസ് എന്ന് പറയുന്നത് നമുക്ക് വർത്ത് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു പ്ലാൻ ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ പിന്നെ ഇതിലിപ്പം ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടം വരെ ആണെങ്കിലും, കുറച്ചാണെങ്കിലും കൂടുതലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഒന്ന് പറയുമോ? ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയുമോ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചാണ് പഠിച്ചതെങ്കിലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച കാര്യത്തിൽ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിരുന്നു. എന്താണോ ഞാൻ പഠിച്ചത് അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. കോൺഫിഡൻ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിവിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയാണോ ഞാൻ കവർ ചെയ്തിട്ടുള്ളത് അതെല്ലാം റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം ഈ ഒരു 2 മാസം മുമ്പ് നിൽക്കുമ്പോൾ ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിലും, എത്രത്തോളം ആളുകൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ ആണോ, ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ന്യൂട്രൽ ആണ്. ഒരാൾ പറഞ്ഞു ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക്
പലരും പല സ്റ്റേജിലായിരിക്കും ല്ലേ. ചിലര് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അല്ലെങ്കില് എന്താ പറയാ ജസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കരായിട്ടൊന്നും ഇല്ലെങ്കിലും എന്നാലും കുറച്ച് എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. ചിലര് ന്യൂട്രൽ ആണ്. ചിലര് ഡിസാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടാവും. സോ നമുക്ക് നമ്മള് എത്രാണോ പഠിച്ചത് അതില് നമുക്ക് എപ്പയും കോൺഫിഡന്റ് ആവാൻ പറ്റണം. അല്ലെങ്കിൽ അതില് നമ്മള് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണംന്നുള്ളതാണ്. ഓക്കെ. നമുക്കിപ്പം കുറച്ച് ടിപ്സ് എന്നുള്ള ഒരു ലെവൽക്ക് പറയാണെന്നുണ്ടെങ്കില് നിങ്ങൾ എത്രത്തോളം പഠിച്ചു, അല്ലെങ്കില് എത്രത്തോളം ബുക്കുകൾ വായിച്ചു, എത്ര പോർഷൻസ് കവർ ചെയ്തു, അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റ് കവർ ചെയ്തു എന്നുള്ളതിന് പകരം, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ. ഇതിപ്പം നമ്മക്ക് ഉള്ള നോളജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സാം ഹാളിൽ നല്ലതുപോലെ നമുക്ക് പിന്നെ ആ ഒരു ഇൻപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ലാസ്റ്റ് ടേമിലുള്ള എക്സാം ഞാൻ പോയി എഴുതുന്ന സമയത്ത് ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ള നോളജ് വെച്ചിട്ട് എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ റീകോൾ ചെയ്തിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ കൂടി കുറേ കാര്യങ്ങൾ എനിക്ക് ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു എക്സാമിൽ കൂടി നമ്മളുടെ ഒരു സ്റ്റഡീസ് നമുക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും, അത് എങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ ഓ ഞാനൊരു ഭാഗം പഠിച്ച് മറ്റൊരു ഭാഗം മറന്നുപോയി എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമുക്കത് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് സംവാട്ട് സിമിലർ ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ നല്ല രീതിയിൽ നമ്മൾ കുറച്ച് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിലും എന്താണ് നമുക്ക് പെട്ടെന്ന് ഈ ഇത്തരത്തിലുള്ള കാര്യം നമ്മൾക്ക് എക്സാം ഹാളിൽ നമുക്ക് നമ്മളുടെ എന്താ പറയുക ചെറിയൊരു നോളജ് കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്വിക്ക് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെറിയ സമയം കൊണ്ടിട്ട് നമുക്ക് മാക്സിമം ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്വിക്ക് നോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റൂലേ. അതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഐഫറിലുള്ളതോ അല്ലെങ്കിൽ വേറെ എവിടെ പോയിട്ടുള്ള വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ PYQ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു PYQന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട്. ഇപ്പം ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കുക, ഇവർ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ PYQ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിന് കുറച്ച് മുമ്പ് എക്സാം ഹാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ബേസിസിൽ എന്താണ് പേപ്പർ 1ലും പേപ്പർ 2ലും നമ്മൾ ടെസ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം നമുക്ക് പേപ്പർ 1ഉം 2ഉം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ഒരു PYQന്റെ ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് കുട്ടികൾ നല്ലതുപോലെ ഈ ഒരു PYQ ബേസ്ഡ് ആയിട്ട് തന്നെ അവർ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ടെസ്റ്റും ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ആ ഒരു ടെസ്റ്റിന്റെ ഡിസ്കഷൻസും കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് മോക്ക് ടെസ്റ്റ് അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഡെയിലി ടെസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതെന്താണ് മൾട്ടിപ്പിൾ ടൈംസ് ഇവർക്ക് റിവിഷൻ ആസ്പെക്റ്റിലും അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജും ഇവർക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു JRF ക്ലബ്ബ് നിങ്ങൾ ഓൾറെഡി ചിലരെങ്കിലും യൂട്യൂബിൽ സെഷൻസ് കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർ കാണുക. അപ്പം നമ്മളുടെ JRF ക്ലബ്ബിലും നമ്മൾ എന്താണ്
PYQ ഡിസ്കസ് ചെയ്യാറുള്ളത്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻസ് കിട്ടി. ഇപ്പം IBയിലെ തിയറീസ് അല്ലെങ്കിൽ FDIന്റെ തിയറീസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നതെങ്കിൽ, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് FDIന്റെ എല്ലാ തിയറീസും ആ ഒരു ചെറിയൊരു പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു JRF ക്ലബിൽ PYQ ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നുണ്ടാവുക. സോ ആ ഒരു ഏരിയ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് ആ ഒരു സെഷനിൽ വെച്ചിട്ട് തന്നെ അവർ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രഷപ്പ് പോലെ അത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ ഒരു PYQന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ PYQ ഒന്നും അനലൈസ് ചെയ്യാതെ പഠിക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഒരുപാട് കോൺസെപ്റ്റ് വേണ്ടിയിട്ടും വേണ്ടാതെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യില്ല. ബട്ട് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള നിലക്ക് നമുക്ക് സമാധാനിക്കാം, ഓ ഞാനിത്ര എന്ന് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മളുടെ ആ ഒരു എക്സാമിൻ്റെ റിസൾട്ടിലേക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളിപ്പം ഐഫറിലെ എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരുപാട് ഇയേഴ്സിൻ്റെ PYQs അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ എന്താണ്, നമ്മളുടെ മെറ്റീരിയൽ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ PYQ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്താണ്, നമ്മൾ ഫസ്റ്റ് കോർ കൺസെപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അതിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ഇൻഡെപ്ത് നോളജ് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സെഷനിൽ കാണാൻ പറ്റും. പിന്നെ ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമ്മൾ തേർഡ് സെഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ റീഡിങ്ങിന് ഉള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളുമാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ, സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് PYQ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് എന്താ നിർബന്ധമായിട്ടും അവർ പഠിച്ചിട്ട് പോവുക, ആ ഒരു രീതിയിൽ ലേണിംഗ് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ UGCനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, UGC പലപ്പോഴും ഈ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ലാസ്റ്റ് 3 ടേംസ് ആയിട്ട് ഒരുപാട് ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മാച്ചിങ് ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഒരു യൂണിറ്റിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം നമ്മൾക്ക് 10 യൂണിറ്റുകളിലായിട്ട് 12ഓളം സബ്ജക്ട്സ് വരുന്നുണ്ട്. സോ ഈ ഒരു 12ഓളം സബ്ജക്റ്റിന് ഓരോ യൂണിറ്റിനും ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻസ് എന്നെങ്കിലും വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ഇവരെന്താണ്, ഈ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ്റെ സ്റ്റൈല്, അതിൽ ചെറിയ വേർഡ്സിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ PYQ ബേസ്ഡ് ആയിട്ട് PYQ ബേസ്ഡ് ആയിട്ട് പഠിച്ചാലാണെന്ത്, നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇവർ പാറ്റേൺ എന്താണ്, ഇവർ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഇവർ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് പോകുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനർ ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളതും നമുക്ക് എന്താണ്, ഈ ഒരു PYQ ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു ലേണിംഗ് ഉണ്ടാക്കാൻ പറ്റുക. അതായത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത്. ഇപ്പം നമുക്കിപ്പം ബ്രാൻഡിങ്ങിൽ, മാർക്കറ്റിങ്ങിൽ, നമ്മൾ ബ്രാൻഡിങ്ങിൽ പറയുമ്പം ബ്രാൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഈ ഒരു PYQ ബേസ്ഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന
ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ സിലബസിൽ ഏത് ടോപ്പിക്കിനാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അല്ലാതെ എല്ലാ സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും ഭയങ്കര സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്ന സമയത്ത് അത് ഒബ്വിയസ്ലി എന്താണ്, നമുക്ക് പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. അപ്പം എപ്പോഴും ഈവൻ നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗോൾസ് സെറ്റ് ചെയ്യുക. പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എത്രയാണോ പഠിച്ചത് അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇന്ന് മാം എനിക്ക് ഇന്ന് 1 അവറേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയാറുണ്ട്. പക്ഷെ നിങ്ങളൊരു 1 അവർ ആണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, അത് മതി, ഇറ്റ്സ് ഇനഫ് എന്നുള്ളത് പറയാറുണ്ട്. കാരണം നമ്മളിപ്പോൾ പലരും ജോലി ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ പിന്നെ സ്റ്റുഡൻസ് ആണ്, പഠിക്കുന്നവരാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സമയം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, സെൽഫ് കോൺഫിഡൻസ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ PYQ ബേസ്ഡ് ആയിട്ട് നമ്മൾ സിലബസിൽ നമുക്ക് എന്താണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ബേസിസിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതൽ ഹെൽപ്പ് ആവാന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഓരോ കൺസെപ്റ്റിനെ കുറിച്ചിട്ടും അതിൽ വ്യക്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുന്നതിലൂടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് കിട്ടുക. അത് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഒരു എക്സാമിനറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് മനസ്സിലാക്കി അത് ആ ഒരു രീതിയിൽ നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് 5 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അത് ക്രോണോളജി ബേസ്ഡ് ആയിട്ട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് നോക്കാം. ഇത് ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ ക്രോണോളജി ബേസ്ഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അല്ലേ. അത് ഇതുപോലാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഇപ്പം ചെറിയ ഒരു വേർഡ്സിലുള്ള ചേഞ്ചസ്, ഇപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് പകരം റിട്ടേൺസ് ഉപയോഗിക്കുക, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഡിസംബർ 2024 ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ നമ്മൾ മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്രോണോളജി മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഉള്ള ചോദ്യമാണ്. അപ്പം ഇത്തരത്തിൽ എന്താണ് അവർ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിക്കാം. സോ ഇതാ ചെറിയ വേർഡ്സിലുള്ള അല്ലെങ്കിൽ ആ ഒരു പിന്നെ കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ എന്താണ് അത് ചോദിച്ചിട്ടുള്ള രീതി ഡിഫറെൻ്റ് ആണല്ലേ. ഫസ്റ്റ് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ടുണ്ട്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അഗെയിൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ നൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഇയറിലും ഇതിപ്പം ഒരുപാട് വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഡിസംബർ 24 അതുപോലെ തന്നെ ജൂൺ 24 ആൻഡ് ജൂൺ 23 എന്നുള്ളത്. അപ്പം ഈ ഒരു ഇത്രയും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സെയിം കോൺസെപ്റ്റിന് ഡിഫറെൻറ്റ് വേയിൽ അവർ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള അനാലിസിസ് ഒക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം PYQ ചെയ്യുന്നതിലൂടെയാണ് നമുക്കൊക്കെ ഇത് അനലൈസ് ചെയ്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണില്ലേ എന്നുള്ളത് അത്തരത്തിലുള്ള നോളജ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ 90 ക്വസ്റ്റ്യൻസിൻ്റെ ഡാറ്റ ആണുള്ളത്. കോംപ്രഹെൻഷന് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഓക്കെ, സോ ഇതിൽ ജൂൺ 2025 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനാണ്. ഇതിൽ എന്താണ് ഒരു പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ല, ഫുൾ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം
24 നോക്കുന്ന സമയത്ത് എന്താണ് 7 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ജൂൺ 24 നോക്കുന്ന സമയത്ത് 9 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇപ്പം ഇവരുടെ ഈ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡിന്റെ ബേസിസിൽ ഒരുപാടൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും നമുക്ക് കമ്പാരറ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും. FM എന്നൊക്കെ അത്യാവശ്യം പിന്നെ സിലബസ് ഐ മീൻ കുറച്ച് കോൺസെപ്റ്റ് അധികം ഉണ്ട്. അതിൻ്റെ ബേസിസിലാവണം ഇപ്പം 15ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ FM-ൻ്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പല അതർ സബ്ജക്ട്സുമായിട്ട് പിന്നെ എന്താ പറയുക മാച്ചിങ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മേജറും അക്വിസിഷനും ഒക്കെ വേറെയും ടോപ്പിക്സിൽ വരുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഭയങ്കര എക്സാക്റ്റ് ആയിട്ട് 15 ഉള്ളതിൽ 14 to 15 അല്ലെങ്കിൽ 13 to 15 എന്നൊക്കെ നമുക്ക് എന്തായിട്ടും പറയാൻ പറ്റും. സോ ഇതിൽ മാർക്കറ്റിംഗ് ആൻഡ് HRM നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് HRM എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും HRM ആണെങ്കിലും കുറച്ച് ഈസി ആണെന്ന് തോന്നുമെങ്കിൽ പോലും പലപ്പോഴും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന പല ക്വസ്റ്റ്യൻസും മാർക്കറ്റിംഗിൽ നിന്നും HRM നിന്നും വരാറുണ്ട്. ഓക്കെ. ഇന്നൊരു സ്റ്റുഡൻറ്റ് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കുന്ന സമയത്ത് എന്താണ് മാർക്കറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്, കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്, പക്ഷെ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താണ് അത് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിസിലും കൂടി പറയുകയാണ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് PYQ ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പം ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാന്നുള്ളതും നമുക്കതിലൊരു ലേണിംഗ് കൊണ്ടുവരാന്നുള്ളതാണ്. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് നോക്കുന്ന സമയത്ത് ഡിസംബറിൽ 9 എന്നുള്ളത് ഇപ്രാവശ്യം 8, ആ ഒരു റേഞ്ച് കൈൻഡ് ഓഫ് സിമിലർ ആണ്. ജൂൺ 2024 6 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ജൂൺ 2024 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന്. പക്ഷേ ഇപ്രാവശ്യം 7 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആണെങ്കിലും ബിസിനസ് മാനേജ്മെൻറ്റിന് പൊതുവേ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം 7ഓളം ക്വസ്റ്റ്യൻസ്, അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് വേറെ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എന്താണ് എന്നാലും ഡിസിഷൻ മേക്കിംഗ് നിന്നാണെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് പിന്നെ നല്ലതുപോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ IBൻ്റെ കേസസിലാണ് IB 10ഉം 11ഉം ചോദിച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഒരു 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ കോംപ്രിഹെൻഷൻ ബേസ്ഡ് ആയിട്ട് ഇപ്രാവശ്യം ലാസ്റ്റ് ടേമിൽ പിന്നെ കോംപ്രിഹെൻഷൻ ചോദിച്ചിട്ട് 1 IB എന്നായിരുന്നു. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ച് നമ്പർ ആവെങ്കിൽ കൂടിയിട്ട്, പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു IBന്ന് ഇപ്രാവശ്യം ചോദിച്ച നമ്പർ വളരെ കുറവാണ്. ഓക്കെ. പിന്നെ എക്കണോമിക്സ് ഈ പറഞ്ഞതുപോലെ 4, 5 അങ്ങനെയൊക്കെയാണ്, ആ ഒരു റേഞ്ചിലാണ് പൊതുവേ നമ്മൾ പിന്നെ അനലൈസ് ചെയ്യുമ്പം. ഇതിപ്പം ഈ ഒരു 3 വർഷത്തെ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ള വർഷങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 4 to 5 ഒക്കെ ആവറേജ് ചോദിക്കാറുണ്ട് എക്കണോമിക്സിൽ നിന്ന്. പിന്നെ OBൻ്റെ കേസ് പറയുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. പിന്നെ SM-ന് പൊതുവേ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താണ് അവർ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് 3 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം മുമ്പുള്ള ഒരുപാട് വർഷങ്ങളിലെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ക്വസ്റ്റ്യൻസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ OM ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഇപ്പം കുറച്ചായിട്ട് വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. മുമ്പ് 4ഉം 5ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ജൂൺ 2024 മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ലാസ്റ്റ് 3 ടേം ആയിട്ട് അവർ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ചോദിക്കുന്നുള്ളൂ. സോ നിങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഡ്യൂറേഷനും അല്ലെങ്കിൽ എടുക്കുന്ന ടൈമും OM എടുക്കുന്ന ടൈമും എന്ന് പറയുന്നത് എന്താണ്, ഒബ്വിയസ്ലി എന്താക്കണം, മാർക്കറ്റിംഗ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം, ഈസി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ
ഇനി നമുക്ക് നമ്മളുടെ ഉദ്ദേശം ഈ ഒരു 55 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അതിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നമ്മളുടെ കോഴ്സിനെ കുറിച്ചിട്ട് പറയാം. നമ്മളുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ട്. സോ നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഡെയിലി ടെസ്റ്റ്, അൾട്ടർനേറ്റീവ് ഡേയ്സിലെ ടെസ്റ്റും അതിന്റെ ഡിസ്കഷനും. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ് കേട്ടോ. സോ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ARF എക്സാം വരുന്നുണ്ട്. അതായത് നെറ്റിൻ്റെ അതേ ഒരു മോഡലായിരിക്കും നമ്മളുടെ ARF എക്സാം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് മിനിറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീൽസ് കാണുന്നത് പോലെ നിങ്ങൾക്ക് പേപ്പർ 1ലുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. വളരെ ഷോർട്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു ഐഫറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് റീൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് പ്രത്യേകിച്ച് എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് വേഗം ഇങ്ങനെ നോക്കി പോവുക, റിവൈസ് ചെയ്ത് പോവുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ നമുക്ക് എന്താണ് ഈ ഒരു റീൽസ് വെച്ചിട്ട് പേപ്പർ 1ൻ്റെ ഒരുപാട് ടോപ്പിക്സ് നമുക്കൊരു മിനിറ്റിൽ ആ ഒരു പിന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമുക്കിപ്പം എല്ലാ ദിവസവും ഒരേപോലെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു അനി സാറിൻ്റെയും അതുപോലെ മറ്റുള്ള ഫാക്കൽറ്റീസിൻ്റെ ആയാലും മെൻറ്റേഴ്സിൻ്റെ ആയാലും ഈ ഒരു പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൈൻഡ് ഓഫ് ഒരു 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 എന്താ പറയുക, ഒരു എനർജി അല്ലെങ്കിൽ ഒരു 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 ആത്മവിശ്വാസം നമുക്ക് എവിടുന്നോ കിട്ടുന്നത് പോലെ ഉണ്ടാവും. സോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ അനി സാറിൻ്റെ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ എന്നെ അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ലൈക്ക് എന്താണ് എൻ്റെ പാരൻസും എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ ഇപ്പം ഈ ഒരു പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗ് കണ്ട സമയത്ത് ചോദിക്കാറുണ്ട്, ഈ ഒരു സാറ് പോരെ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. സോ അത്രക്കും മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും.
നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ടോട്ടൽ എത്ര പിന്നെ PYQs ചെയ്തതിൽ എത്ര റോങ് ആയി, എത്ര റൈറ്റ് ആയി, നിങ്ങളുടെ പിന്നെ ഓരോ പ്രോഗ്രസ്സും നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സിന്റെ സ്ട്രക്ചറും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ മാക്സിമം അതിൽ ഗ്രാബ് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റഡി പ്ലാനിലോട്ട് പോവാം. അതായത് 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിലോട്ട് പോവാം. സോ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന്, ഇതിൽ നിങ്ങൾ ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഐഫറിസം റൂം, അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റ്, ഡിസ്കഷൻ ആൻഡ് JRF ക്ലബ്ബ്, ഈ ഒരു 3 കാര്യങ്ങളാണ് ലൈവ് സെഷൻസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഐഫറിസം റൂം എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് JRFism എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് അനീസർ പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സോ അതിൽ റാൻഡംലി നമ്മൾ തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ ഈ ഒരു ഐഫറിസം റൂമുള്ള സമയത്ത് എന്താണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ആ ഒരു ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ടാവും. ഇൻ കേസ് എന്താണ് ഈ ഒരു എന്താ പറയുക, JRFism പിന്നെ ഗ്രൂപ്പിലായിരിക്കും പേപ്പർ 1 റിലേറ്റഡ് ആയിട്ടുള്ള ഐഫറിസം റൂം കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ അതെന്താണ് ഇപ്പം ആ ഒരു ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മളുടെ മാനേജ്മെന്റിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതുപോലെ തന്നെ എന്താണ് റാൻഡംലി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഐഫറിസം റൂമിൽ നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സെഷൻസ് എങ്ങനത്തെ സെഷൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് റിവിഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ് കണ്ടക്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റഡി പ്ലാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഓർഡറിലൊന്നല്ല കൊടുത്തിട്ടുള്ളത്, അതായത് ഇമ്പോർട്ടൻസിന്റെ ബേസിൽ ഓർഡറിലൊന്നല്ല കൊടുത്തിട്ടുള്ളത്. ഇതിൽ മിക്സപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, പലർക്കും പേപ്പർ 2ന്റെ കേസ് പറയുമ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവട്ടെ, FM ആവട്ടെ, അക്കൗണ്ടിങ് ഒക്കെ വരുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, എന്താ പറയാ, ഈ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസിന്റെ ബേസിസിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഫസ്റ്റ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എന്തെന്നുള്ളൂ OM എന്ന് ചോദിക്കുന്നുള്ളൂ. സോ ഇപ്പം ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് സോറി, ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഒന്ന്, ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് വോഗൽസിൻ്റെ പിന്നെ ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. SQLൽ ആ ചാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ X ബാർ ചാർട്ട്, R ചാർട്ട്, P ചാർട്ട്, അതിൻ്റെ ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ 3 ഡേയ്സിലായിട്ടാണ് ഈ ഒരു സെഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇതിൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 3 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പേപ്പർ 1 കൂടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു 3 ഡേയ്സിലൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. സോ പിന്നെ നമുക്ക് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ 4 to 5 അല്ലെങ്കിൽ 5 to 6 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഇതിൽ നമുക്കിപ്പം ഡിമാൻഡ് അനാലിസിസ് എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻഡിഫറൻറ്റ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ഇൻഡിഫറൻസ് കർവ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് കർവ്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി, മാർക്കറ്റ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിഗോപ്പൊളിയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ടേമിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒളിഗോപ്പൊളി ഇല്ലെങ്കിലും ഒളിഗോപ്പൊളിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഇൻകത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതും 3 ഡേയ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ബിസിനസ് മാനേജ്മെന്റിന് ഇപ്രാവശ്യം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതുപോലെ തന്നെ തിയറീസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ തിയറീസിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബിസിനസ് മാനേജ്മെന്റിൽ ടോപ്പിക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെഡിൽ കൊടുത്തത് സെയിം ടോപ്പിക്കിന് 2 തവണ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതിലാണ് റെഡ് കൊടുത്തിട്ടുള്ളത്. ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, ഫ്ലാറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഓർമ്മയില്ല. സോ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് നമുക്ക് സിലബസ് വൈസ് വരുന്ന സമയത്ത് കുറച്ചൊരു ചെറിയൊരു പോർഷൻ ആണ്. ഒരു യൂണിറ്റിന്റെ ഹാഫ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും വളരെ കുറച്ചായിട്ടുള്ള. ഇപ്പം കൊമേഴ്സിനൊക്കെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരിൽ പകുതി പോർഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ ആക്ച്വലി. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഫിനാൻഷ്യൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന്റെ പ്രോസസ്സ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ അൾട്ടർനേറ്റീവ് ഡേയ്സുകളിലായിട്ട് നമുക്ക് ഐഫറിസം റൂമും അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷനും ലൈവായിട്ട് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ജെ ആർ എഫ് ക്ലബ്ബ് നമുക്ക് വീക്കിലി 2 സെഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവാം. ഓക്കെ. ഇതിൽ നിങ്ങളിപ്പം ഇങ്ങനെ മിസ്സായിട്ട് കാണുന്നുണ്ടാവും. അതിൽ നമ്മൾക്ക് പേപ്പർ 1ന്റെ സെഷൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ OBന്ന് 6ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാം പേഴ്സണാലിറ്റി പെർസെപ്ഷൻ എന്നൊക്കെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് സ്ട്രാറ്റജിക് ഡിസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്ടേഴ്സിന്റെ മോഡലിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റിസോഴ്സ് ബേസ്ഡ് അപ്രോച്ചിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ നമ്മൾ 4 days ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ ബേസിസിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഈ ഒരു ഡേയ്സിൽ നിങ്ങൾ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മളുടെ ക്വിക്ക് നോട്ട്സ്, അതുപോലെ കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു സ്റ്റഡീസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറയുന്ന സമയം ലൈക്ക് നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം എന്താ പറയാ, ഒരു 5 days ഉണ്ട്. ആ ഒരു 5 days നിങ്ങൾ മാക്സിമം തീർക്കാൻ നോക്കുക എന്നുള്ള, എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകാൻ പറ്റും. അല്ലാതെ നിങ്ങൾ കുറച്ചൊരു ടൈം കൊടുത്തിട്ട് ഈ ഒരു കണക്ഷൻ്റെ ഈ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു പ്രൊസീജിയർ ആ ഒരു ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക കേട്ടോ. ഇതിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, പിന്നെ നൾ ഹൈപ്പോത്തസിസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കൈ സ്ക്വയർ, റിഗ്രഷന്, കോറിലേഷൻ ഓർ റിഗ്രഷൻ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണില്ലേ, നമ്മളിപ്പം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ്, IBയിൽ ഇപ്രാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രേഡിന്റെ തിയറീസ് ചോദിച്ചിട്ടുണ്ട്. FDIന്ന് എക്ലക്റ്റിക് തിയറി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം കാണുന്നുണ്ട്. ഇപ്പം MISഉം DSSഉം ഇപ്പം December 24 MISന്റെ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഡാറ്റ മൈനിങ്, വെയർ ഹൗസിംഗ് ഒക്കെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ അല്ല എങ്കിൽ പോലും ആ ഒരു ഏരിയയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
പിന്നെ ഓൺടർപ്രണർഷിപ്പിന് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻട്രാപ്രണർഷിപ്പ്, അതുപോലെ തന്നെ വുമൺ ഓൺടർപ്രണർഷിപ്പിനൊക്കെ ഈ പറഞ്ഞതുപോലെ ലൈക്ക് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൽ കുറച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒരു ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യനിൽ മൂന്ന് ആളെ അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവാം. ബട്ട് കൈൻഡ് ഓഫ് നമുക്ക് പിന്നെ എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് റീകോൾ ചെയ്യാനൊക്കെ പറ്റിയാൽ ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ MSME, സിക്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇപ്പം ഞാൻ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ള 3 സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, FM ആൻഡ് HRM എന്ന് പറഞ്ഞിട്ടുള്ള 3 സബ്ജക്ട്സ് ആണ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ഇതാണ്. സോ പെർഫോമൻസ് HRM കേസിൽ പറയുന്ന സമയത്ത് പെർഫോമൻസ് അപ്രൈസലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് മുതൽ അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടേമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് മിക്സിൽ പെടാത്തത് ഏതാണ്, അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസലും ഇറ്റ് വാസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്, ബാലൻസ്ഡ് സ്കോർ കാർഡിന്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട്. സോ അങ്ങനെ എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു PYQ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എങ്ങനെ എത്തിപ്പെടണം, ചിലപ്പം ഒരു ഓപ്ഷന് മാത്രം നമ്മൾ മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ അത് മാച്ച് ചെയ്യുക. കോൺഫിഡൻ്റ് ആണെങ്കിൽ ജസ്റ്റ് മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. ഓക്കെ. സോ പിന്നെ IHRM ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ FM ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ആൻഡ് അക്വിസിഷൻ ചോദിച്ചിട്ടുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഡെറിവേറ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ടോപ്പിക്കാണ്. പ്രൈസിങ് പല ക്വസ്റ്റ്യൻസ് പേപ്പറിലും കണ്ടിട്ടുണ്ട് പ്രൈസിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് അതൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ കൺസ്യൂമർ ബൈങ് ബിഹേവിയറിന് മാച്ച് ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ബ്രാൻഡ് എക്സ്റ്റൻഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റെഡിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇപ്പം മാർക്കറ്റിംഗിൽ അത്യാവശ്യം ഡേയ്സ് കൊടുത്തിട്ടുണ്ട് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിവിഷനിൽ ഒരു 5 ഡേയ്സ് റിവിഷനും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് 50 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിലെന്താണ് മാക്സിമം ഈ ഒരു ടോപ്പിക്സ് ഇപ്പം നമുക്കിപ്പം ചില സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ചിലപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പം ഈ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ സിലബസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡീസ് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂല. ലാസ്റ്റ് ടേമിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം എന്താ പറയുക, നമ്മൾ കുറച്ചൊന്ന് നല്ലതുപോലെ പഠിച്ച് റിവൈസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളുടെ കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരാം. ഇത് BMന്റെ കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽസ് ആണ്. സോ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണോ അറിയേണ്ടത്, പിന്നെ അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വളരെ എന്താ പറയുക, ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ PPT സ്റ്റക്ക് ആണോ? ഓ, സ്റ്റഡി പ്ലാൻ കണ്ടിട്ടില്ല. വോയിസ് ഓൺ ആക്കി പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, വെയിറ്റ്.
ഇപ്പൊ കാണുന്നുണ്ടോ സ്റ്റഡി പ്ലാന്? ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. സോറി ട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി മുമ്പ് പറയായിരുന്നു എന്നാല്. ഓക്കെ. ജസ്റ്റ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സ്റ്റഡി പ്ലാന്. ഇതില് ദാ ഈ ഒരു പോർഷൻ ലൈക്ക് ഈ ഒരു പോർഷൻ ലൈവ് സെഷന്റെ പോർഷന് ഇതിൽ ഐഫറിസം റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ, JRF ക്ലബ്ബ്, ഈ ഒരു ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ഇതൊക്കെ. ഓക്കെ. ഇത് എക്കണോമിക്സ്, ഇത് ബിസിനസ് മാനേജ്മെന്റ്, ഐഫറിസം റൂമിലും നമ്മൾ PYQ ഡിസ്കഷനും അതുപോലെ തന്നെ റിവിഷൻ ആസ്പെക്റ്റിലാണ് നമ്മൾ കൊണ്ടുപോവാറുള്ളത്. ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഇപ്പം നോർമലി നമ്മൾ 9 PM കണ്ടക്ട് ചെയ്യാറുള്ളത്. ഐഫറിസം റൂമിന് ഇന്നൊരു ടൈം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ടൈമില്ല. സ്റ്റുഡൻസ് അതുപോലെ തന്നെ മെൻറ്റേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ സെഷൻസ് വെക്കും. ഓക്കെ. ഇതാണ് OB, പേഴ്സണാലിറ്റി പെർസെപ്ഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പ്രാവശ്യം ഡിസ്പേർഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മാച്ചിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൈ സ്ക്വയർ, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്, റിഗ്രഷൻ ഓർ കോറിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ കാണിച്ചു തരാം. പിന്നെ HRM ജോബ് എൻറിച്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ, ഇത് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഒന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ FM ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാന് ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, ഗൊറില്ല വാർഫെയർ ക്വസ്റ്റ്യൻസ്. അതിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് പുതിയ ടേംസ് ഉണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള. ആക്ച്വലി ഗൊറില്ല മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മളുടെ ക്ലാസ്സിൽ മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൈൻഡ് ഓഫ് ഈസി ആയിരുന്നു ആ ഒരു ക്വസ്റ്റ്യന്. സോ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബിസിനസ് മാനേജ്മെന്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള നോർമൽ മെറ്റീരിയൽ അല്ല, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് സ്റ്റുഡൻസിന് ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് എക്സാം ഒരുപാട് വർഷത്തെ എക്സാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഇതിൽ പോയിന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് പിന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോൺസെപ്റ്റും തിയറീസ് ഒക്കെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യാതെയും ഇതാക്കാതെയൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഫസ്റ്റ് ഇതിൽ കൊടുത്തു. പിന്നെ ഡീപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടും ബിയോണ്ട് ഹൊറിസോണ്ട് ഡീപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓരോ തിയറിന്റെയും പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഏതെങ്കിലും ടോപ്പിക്സ് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറച്ചും കൂടി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസ് നോക്കിയാൽ, ഈ ഒരു എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും നോക്കിയാൽ മതി. അപ്പം
ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം മാക്സിമം PYQ ചെയ്യുക, അതിലൂടെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. കാരണം കൺസിസ്റ്റൻസി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ആ ഒരു ട്രാക്കിലേക്ക് വരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടോ? നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം കോഴ്സിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞുതരും. അല്ലെങ്കിൽ ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ എല്ലാവരും എക്സാമിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പം ഉം, അതെ, റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ലൈവിന്റെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് JRF ക്ലബും അതുപോലെ തന്നെ ഇപ്പം ഫാക്കൽറ്റീസിന്റെ ഒരു റിവിഷൻ സെഷൻസും ഉണ്ടാവും. റിവിഷൻ ഇൻ ദ സെൻസ് ഒരു 2 ഹവേഴ്സിന്റെ ഒരു സബ്ജക്റ്റിൽ ഒരു 2 ഹവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ JRF ക്ലബ് ഉണ്ടാവും. ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഒക്കെ ലൈവ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ പേപ്പർ 1ന്റെ കേസിൽ വരുമ്പോൾ വീക്ക്ലി 2 സെഷൻസ് പേപ്പർ 1 ഉണ്ടാവും. JRF ക്ലബ്ബ് പേപ്പർ 1ലും ഉണ്ട്. അത് രാവിലെ 5 മണിക്കായിരിക്കും. 5 AM JRF ക്ലബ്ബാണ്. അതെ, പേപ്പർ 1നും 2നും അങ്ങനെ തന്നെ. JRF ക്ലബിന്റെ കേസിലും പേപ്പർ 2ന്റെ ഇപ്പം ഒരു ഡേയ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ടു വെനസ്ഡേ ആണ് പേപ്പർ 1ന്റെ സെഷൻസ് ഒക്കെ കൊടുക്കാറുള്ളത്. തേഴ്സ്ഡേ ടു സൺഡേ ആയിരിക്കും പേപ്പർ 2ന്റെ സെഷൻസ് വരാറുള്ളത്. ഇതില് JRF ക്ലബ്ബ് പേപ്പർ 2ന്റെ നൈറ്റ് ആയിരിക്കും. പേപ്പർ 1 രാവിലെ ആയിരിക്കും. പേപ്പർ 1ന് JRF ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഡെയിലി ഷെഡ്യൂൾ എന്ന് പറയുമ്പം ഞാനിപ്പം കാണിച്ചു തന്നിട്ടുള്ള പ്ലാൻ ആണോ? അതാണെന്നുണ്ടെങ്കിൽ ആപ്പിൽ, ഐ മീൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇപ്പൊ മാക്സിമം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. കുറച്ച് സമയം കിട്ടുന്നതെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പം ഞാനിപ്പം കാണിച്ചു തന്നിട്ടുള്ള ഷെഡ്യൂള് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ കൊണ്ടുപോവാം. അതിപ്പം നമ്മളിപ്പം ഇതിപ്പം കാണിച്ചിട്ടുള്ളത് പേപ്പർ 2ന്റെ കേസാണ്. പേപ്പർ 1 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം കൈൻഡ് ഓഫ് 50 ഡേയ്സിന്റെ പ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേപ്പർ 1ന്റെ കേസ് പറയുമ്പം ലൈക്ക് ഒരു 3 വീക്സിൽ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെയിലി ഹവേഴ്സിന്റെ കണക്ക് ചോദിക്കുമ്പം അനിസർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതന്നെ ഞാനും പറയാണ്. സ്ഥലകാല ബോധമന്യേ പഠിക്കുക. ഓക്കെ, ഞാനതാ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്കും ടൈം അവൈലബിൾ ആവുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമ്മളിപ്പം അവൈലബിൾ ആയിട്ടുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം നമ്മളുടെ സ്റ്റുഡൻസിന്റെ കേസ് തന്നെ പറയുന്ന സമയത്ത് 1 അവർ പഠിക്കുന്ന സ്റ്റുഡൻസ്, 1 അവർ മാത്രം കിട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ട്, 2 അവർ കിട്ടുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 അവേഴ്സ് പഠിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ 8 ഉം 10 അവേഴ്സ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ആണോ പഠിക്കുന്നത് അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവാം. ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചതിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് ഫുള്ള് ഞാൻ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം നിങ്ങളും എന്താണ്, എത്രയാണോ പഠിക്കുന്നത്, എത്രയാണോ ടൈം കിട്ടുന്നത്, മാക്സിമം പഠിക്കുക. പിന്നെ
പഠിച്ചിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരിക. നമ്മൾ ആ ഒരു ഹാപ്പി ലേണിംഗ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തും. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു 58 ഡേയ്സിൽ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് മാക്സിമം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹവേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ എത്ര സിലബസ് നമ്മൾ കവർ ചെയ്തോ എന്നുള്ളതല്ല, നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണ്, നമ്മൾ എത്ര നമുക്ക് പിന്നെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ ഐഫറിൽ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടാവും. അതിൽ എല്ലാം യൂസ് ചെയ്യാന്നുള്ളതിന് പകരം എനിക്ക് എന്താണോ ആവശ്യം അത് യൂസ് ചെയ്യാം. അതിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അതാ പറയുന്നത്. ഇപ്പം ഐഫറിസം റൂം കണ്ടക്ട് ചെയ്യാറുണ്ട്, പേപ്പർ വണ്ണിലൊക്കെ ഒരുപാട് സെഷൻസ് കൊടുക്കാറുണ്ട്, അതിൽ നല്ല റിവ്യൂസും കിട്ടാറുണ്ട്. അപ്പം ഇതിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയലുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ഐഫറിസം റൂമിലുള്ള എല്ലാ സെഷൻസും കാണാന്നല്ല, നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് വേണ്ടത് അത് മാത്രം നിങ്ങൾ കാണാന്നുള്ളതാ പറയല്. നിങ്ങൾക്കിപ്പം ഏതിലാണോ വീക്ക്, നമ്മളിപ്പം ഇനിയുള്ളൊരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ വീക്ക് ഏരിയാസിൽ കുറച്ച് വർക്ക് ചെയ്യുക, സ്ട്രോങ് ഏരിയ ഒന്നും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഏതാണോ വീക്ക് ഏരിയ അതിൽ ഒന്ന് സ്ട്രോങ് ആക്കണമെങ്കിൽ നിങ്ങൾ ഐഫറിസം റൂമിൽ ജോയിൻ ചെയ്യാം, JRF ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ആ ഒരു രീതിയിലാണ്. അല്ലാതെ ഇപ്പം ഐഫറിൽ ഒരുപാട് സെഷൻസ് നടക്കുന്നുണ്ടാവും. ഇപ്പം ഒരു ദിവസം തന്നെ ഇപ്പം സാറ്റർഡേ സൺഡേസിലൊക്കെ ഇപ്പം പേപ്പർ വണ്ണിനാണെങ്കിലും ടൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരു 3, 4, 5 സെഷൻസ് ഒക്കെ നടക്കുമ്പോൾ എല്ലാത്തിലും ജോയിൻ ചെയ്യാന്ന് പറയുന്നത് മേ ബി പോസിബിൾ ആവില്ല. പക്ഷെ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഹവേഴ്സിൻ്റെ ഒന്നും നോക്കണ്ട, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്ന വൃത്തിക്ക് പഠിക്കുന്നില്ലേ അത് നോക്കിയാൽ മതി. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ. അപ്പൊ ശരി എന്നാ. ബൈ.